സംസ്ഥാനത്ത് നാശം വിതച്ച കാലവർഷം കോഴിക്കോട് ചിന്താവളപ്പിൽ റോഡിലേക്ക് മരം വീണ അപകടമുണ്ടായി. നിർത്തിയിട്ട ഓട്ടോയുടെയും 2 ബൈക്കുകൾക്ക് മുകളിലേക്കാണ് മരം വീണത്. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റുകയാണ്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. മുക്കം, തിരുവമ്പാടി, കൂടരഞ്ഞി തുടങ്ങിയ നഗരപ്രദേശങ്ങളിലും മഴ തുടരുന്നുണ്ട്. ബെൻസൺ ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബെൻസൺ, ഇപ്പോഴെന്താ ജില്ലയിലെ അവസ്ഥ? ബെൻസൺ ഉള്ളിടത്തൊക്കെ മഴയാണോ ഇപ്പോഴുള്ളത്? എന്തായാലും മഴക്കെടുതി വളരെ രൂക്ഷമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളും അങ്ങനെയാണല്ലോ, അവിടെ നിന്ന് വരുന്ന വാർത്തകളും അങ്ങനെയാണ്. നേരത്തെ ചില പ്രതികരണങ്ങളൊക്കെ കണ്ടിരുന്നു വ്യാപാരികളുടെ. അവരും വലിയ പ്രതിഷേധത്തിലാണ്. വെള്ളക്കെട്ട് കാരണം അവർക്ക് കടകളൊന്നും തുറക്കാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലൊന്നും അവിടെ ഉള്ള അധികൃതർ കാര്യമായി തന്നെ ഇടപെടുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ടോ നിലവിൽ? ശ്യാമിലി, ഇന്ന് രാവിലെ മുതൽ കനത്ത മഴയാണ് കോഴിക്കോടിന്റെ മലയോര മേഖലകളിലും അതോടൊപ്പം തന്നെ നഗരപ്രദേശങ്ങളിലും ഉള്ളത്. ഈ മഴയോടൊപ്പം തന്നെ അതിശക്തമായ കാറ്റുകൂടി ഉണ്ടായതോടുകൂടി തന്നെ വലിയ മഴക്കെടുതികളിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളത് തന്നെയാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് കിഡ്സൺ കോർണറിലാണ്, അതായത് മിഠായി തെരുവിലാണ്. ഇവിടെ ഈ മിഠായി തെരുവിലേക്ക് പ്രവേശിക്കുന്ന ഈ പ്രദേശത്ത് തന്നെ വലിയ രീതിയിലുള്ള മഴക്കെടുതികൾ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ഒരു വലിയ മരം കടപുഴകി LIC ഓഫീസിന്റെ പിന്നിലേക്ക് വീഴുകയും അതിപ്പോൾ ഫയർഫോഴ്സ് ഒന്ന് പൂർണ്ണമായും ഒന്ന് മുറിച്ച് മാറ്റി അതിന്റെ അവസാനവട്ട പ്രവർത്തനങ്ങളിൽ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ വലിയ ശക്തമായ കാറ്റുണ്ടായിരുന്നു രാവിലെ. ആ കാറ്റിൽ ആസ്പെറ്റോസ് ഉൾപ്പെടെ പറന്ന് തൊട്ടടുത്ത കെട്ടിടങ്ങളിലേക്ക് വീഴുകയും വലിയ അപകടത്തിനൊരു സാധ്യത ഉണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെ വലിയ മഴക്കെടുതികൾ ഇന്ന് രാവിലെ ഉണ്ടായിട്ടുണ്ട്. എന്നോടൊപ്പം കുറച്ച് വ്യാപാരികളുണ്ട്. ചേട്ടാ, രാവിലെ അതിശക്തമായിട്ടുള്ള കാറ്റായിരുന്നോ? വളരെ ശക്തമായ കാറ്റായിരുന്നു വന്നത്. ഒരു ചുഴലിക്കാറ്റ് പോലെയാണ് ഏതാണ്ട് ഇവിടെ കറങ്ങിയത്. ഈ അമ്പലത്തിൻ്റെ മുകളിലുള്ള ഷീറ്റ് ഒന്നായിട്ട് പാറിപ്പോയി. കുറേ മരങ്ങളും പൊട്ടി വീണു. അടിയന്തരമായി ഒരു ഫയർഫോഴ്സ് എത്തി. വെള്ളിമാട് നിന്നാണ് അവരെത്തിയത്. കംപ്ലീറ്റ് തൂങ്ങിക്കിടന്ന അപകടകരമായ എല്ലാ സാധനങ്ങളും മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഒരു 10 മണിയോട് കൂടിയാണ് ഈ കാറ്റും വലിയ മഴയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്ത് വലിയ ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമായിരുന്നു. അതെ, രാവിലെ ആയതുകൊണ്ടും മഴയായതുകൊണ്ടും ആളുകൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വലിയൊരു രക്ഷപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ മരങ്ങൾ വീണിട്ടും ആ ഷീറ്റ് വലിയൊരു ഷീറ്റാണ് മേൽക്കൂരയിൽ നിന്ന് വീണത്. അത് വലിയൊരു അപകടത്തിന് കാരണമായേനെ. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഇത്രയും ആളുകൾ കൂടുന്ന ഈ പ്രദേശത്തും ഈ ഇത്ര വലിയ മരങ്ങൾ ഈ നിൽക്കുന്നത് എപ്പോഴും ഒരു അപകട സാധ്യത ഉള്ളതല്ലേ? അപ്പോൾ അത് മുറിച്ചു മാറ്റുന്നതിനെ സംബന്ധിച്ച് നേരത്തെ എന്തെങ്കിലും ചർച്ചകളൊക്കെ നടന്നിരുന്നോ? ഇല്ല, ജൂൺ 5 പരിസ്ഥിതിദിനാണ്. നമ്മൾ മരങ്ങൾ കുഴിച്ചിട്ടിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മരങ്ങൾ നശിപ്പിക്കാൻ ഉദ്ദേശമില്ല. അപകടകരമായ സാധനങ്ങളൊക്കെ മുറിച്ചു മാറ്റാൻ തയ്യാറാണ്. അതിപ്പം ചില്ലകളൊക്കെ മുറിച്ച് മാറ്റിച്ചിട്ടുണ്ട്. ഈ മഴയത്ത് ഇങ്ങനെ കാര്യമായിട്ടുള്ള വെള്ളമൊക്കെ പൊങ്ങുന്നുണ്ടോ ഈ പ്രദേശത്തൊക്കെ? ഈ നിർമ്മാണത്തിലുള്ള അപാകത മൂലം നമ്മൾ ഡ്രെയിനേജിൽ നിന്ന് വെള്ളം പുറത്തേക്കാണ് വരുന്നത്. റോട്ടിൽ നിന്ന് അകത്തേക്കല്ല പോകുന്നത്, പുറത്തേക്കാണ് വരുന്നത്. അത് കോർപ്പറേഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തരമായ ഇടപെടലുകൾ നടത്താമെന്ന് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് വ്യാപാരികൾ പറയുന്ന അത്തരത്തിലാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെയൊക്കെ വലിയ മരങ്ങളാണ്. ഇതിൻ്റെ തൊട്ട് പിന്നിലുണ്ടായിരുന്ന ഒരു വലിയ മരമാണ് കടപുഴകി LIC ഓഫീസിൻ്റെ പിൻഭാഗത്തേക്ക് വീണത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ ഈ വലതുവശത്തുള്ള ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രം. ആ ഭഗവതി ക്ഷേത്രത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഓടുകളൊക്കെ ആ കാറ്റിൽ ശക്തമായി പാറിപ്പോയി എന്നുള്ളതാണ് അവർ പറയുന്നത്. ഏകദേശം ഒരു 5 സെക്കൻഡ് മാത്രം നിന്നിരുന്ന ഒരു ശക്തമായ ഒരു ചുഴലിക്കാറ്റ് പോലത്തെ ഒരു കാറ്റ് വന്നു. അങ്ങനെ വലിയ നാശനഷ്ടങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി. സാധാരണയായിട്ടുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഈ സമയത്ത് രാവിലെ ഒരു 10 മണി സമയത്ത് വളരെ വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഇന്ന് രാവിലെ മുതൽക്കേ തന്നെ മഴയായതുകൊണ്ടാണ് ആളുകൾ കുറവായിരുന്നത്. അതുകൊണ്ട് അങ്ങനെ അപകടങ്ങൾ ആർക്കും ജീവഹാനിയോ അല്ലെങ്കിൽ പരിക്കുകളോ സംഭവിക്കുന്നതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള ഞാനുള്ള നഗരപ്രദേശങ്ങളിൽ തൊട്ട് സമീപത്ത് തന്നെയാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. അതും അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്നാണ് കാര്യമായി തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് വ്യാപാരികളും അതോടൊപ്പം തന്നെ ആളുകളും പറയുന്നത്. ഇതെല്ലാം തന്നെ കോർപ്പറേഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിയന്തര നടപടി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും സമാന രീതിയിൽ തന്നെ ശക്തമായ മഴയും കാറ്റും തുടരുകയാണ്. നിലവിൽ അല്ലെങ്കിൽ ആളുകൾക്ക് ജീവന് ഭീഷണിയാവുന്ന തരത്തിലുള്ള അപകടങ്ങളൊന്നും തന്നെ നിലവിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല.